മഴ ആ പഴയ അനാഥാലയത്തിൻ്റെ ജനലുകൾ ഭീകരമായി അടിച്ചുകൊണ്ടിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ അതിനെ സെയിൻറ്റ് മറിയം ഹോം എന്ന് വിളിച്ചെങ്കിലും കുട്ടികൾക്ക് അതൊരു മറ്റൊരു പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. വിസ്പറിംഗ് ഹൗസ്, അല്ലെങ്കിൽ അടക്കം പറയുന്ന വീട്. സോ ഷോർട്ട് സ്റ്റോറി നമ്പർ 4, ദ വിസ്പറിംഗ് ഹൗസ്. രാത്രി 12-ന് ശേഷം ആ വീട്ടിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കും. ചെറിയ കാൽച്ചുവടുകൾ, ഇരുട്ടിൽ കുട്ടികളുടെ ചിരി, ഒരാൾ ലാലല പാട്ട് പാടുന്നത് പോലെ മന്ദമായ ശബ്ദം. കെയർടേക്കർമാർ അത് കാറ്റിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞ് ഒഴിവാക്കും. പക്ഷേ അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് സത്യം അറിയാമായിരുന്നു. കാരണം 3-ാം നിലയിലെ ഒരു മുറി 12 വർഷമായി പൂട്ടിയ നിലയിലായിരുന്നു. റൂം നമ്പർ 309. ആ മുറിയുടെ സമീപത്ത് ഉറങ്ങുന്ന ഓരോ കുട്ടിയും ഒരേ ശബ്ദം കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് അമ്മയെ വിളിച്ച് കരയുന്ന ശബ്ദം. 8 വയസ്സുകാരനായ ആരവ് ആ അനാഥാലയത്തിലെത്തിയത് മഴക്കാലത്തായിരുന്നു. മണ്ണിടിച്ചിലിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നും. അവൻ അധികം സംസാരിക്കാറില്ല, പക്ഷേ അവൻ ചിലപ്പോൾ ആരുമില്ലാത്ത കോണുകളിലേക്ക് നോക്കി നിൽക്കും. അവിടെ ആരോ ഉണ്ടെന്ന പോലെ. ആദ്യ രാത്രി അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് ഒരു ചെറിയ ശബ്ദം കേട്ടിട്ടാണ്. ഉറങ്ങരുത് എന്ന് ആരോ പറയുന്നത് പോലെ. അവൻ കണ്ണുകൾ തുറന്നു. മുറി മുഴുവൻ ഇരുണ്ടിരുന്നു. ജാലകത്തിലൂടെ കയറുന്ന നിലാവിൻ്റെ വെളിച്ചം മാത്രം. മറ്റെല്ലാ കുട്ടികളും ഉറങ്ങിക്കിടന്നു. പക്ഷേ വാതിലിന് സമീപം ഒരു ചെറിയ കുട്ടി നിൽക്കുകയായിരുന്നു. കാലിൽ ചെരുപ്പില്ല, പഴയകാല വസ്ത്രം. മുടിയിൽ നിന്നും വെള്ളം തുള്ളി തുള്ളിയായി നിലത്തേക്ക് വീഴുന്നു. അവൻ്റെ മുഖം ഭയപ്പെടുത്തുന്ന രീതിയിൽ വെളുത്തിരുന്നു. ആരവിൻ്റെ ഹൃദയം നിശ്ചലമായി. ആ കുട്ടി മന്ദമായി കൈ ഉയർത്തി. ഇടനാഴിയിലേക്ക് വിരൽ ചൂണ്ടി. എന്നെ പിന്തുടരൂ. അടുത്ത നിമിഷം അവൻ അപ്രത്യക്ഷനായി. അടുത്ത ദിവസം ആരവ് അതിനെക്കുറിച്ച് ഒരു വൃദ്ധയായ കെയർടേക്കറോട് ചോദിച്ചു. മുടി നനഞ്ഞ ഒരു കുട്ടി. അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചായക്കപ്പ് നിലത്ത് വീണ് പൊട്ടി. മുഖം നിറം കെട്ടു. നീ അവനെ കണ്ടോ? ആരവ് തലകുനിച്ചു. അവൾ പതുക്കെ പറഞ്ഞു, അവനെ ഒരിക്കലും പിന്തുടരരുത്. ആ രാത്രി വീണ്ടും കരച്ചിൽ കേട്ടു. ഇപ്പോൾ അത് കൂടുതൽ വേദന നിറഞ്ഞതായിരുന്നു. ഒരു ശ്വാസം പൊട്ടിക്കരയുന്നത് പോലെ. ആരവ് ചെവികൾ മൂടിക്കിടന്നു. പക്ഷെ ആ ശബ്ദം അവൻ്റെ മനസ്സിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. അവസാനം സഹിക്കാനാകാതെ അവൻ എഴുന്നേറ്റു. ഇടനാഴി ശൂന്യമായിരുന്നു. പക്ഷെ നിലത്ത് നനഞ്ഞ കാൽപ്പാടുകൾ. അവ 3-ാം നിലയിലേക്ക് പോകുന്നു. റൂം 309ലേക്ക്. മുറിയുടെ പൂട്ടിൽ മുഴുവൻ തുരുമ്പ് പിടിച്ചിരുന്നു. പക്ഷെ വാതിൽ അല്പം തുറന്ന നിലയിലായിരുന്നു. അകത്ത് നിന്ന് ഒരു തണുത്ത ദുർഗന്ധം വന്നു. ചീഞ്ഞ വെള്ളത്തിൻ്റെ ഗന്ധം, മണ്ണിൻ്റെ ഗന്ധം, മരണത്തിൻ്റെ ഗന്ധം. ആരോ പതുക്കെ വാതിൽ തുറന്നു. അകത്ത് പൊടി പിടിച്ച ഒരു കട്ടിൽ, തകർന്ന കളിപ്പാട്ടങ്ങൾ, ചുമരിൽ നിറയെ ക്രയോൺ ചിത്രങ്ങൾ. എല്ലാ ചിത്രങ്ങളിലും ഒരേ കുട്ടി, മഴയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ബാലൻ. പക്ഷെ അവസാന ചിത്രത്തിൽ അവൻ ഒരു സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്നു. ആ സ്ത്രീക്ക് മുഖമില്ല. ചിത്രത്തിന് താഴെ ചുവന്ന ക്രയോണിൽ എഴുതിയിരുന്നു, അമ്മ എന്നെ മറന്നു. അപ്പോൾ വാതിൽ ശക്തിയായി അടഞ്ഞു. ആരവ് തിരിഞ്ഞു നോക്കി. ജാലകത്തിനരികിൽ ആ കുട്ടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ കൂടുതൽ അടുത്ത്. അവൻ്റെ കണ്ണുകളിൽ നിന്നും വെള്ളമൊഴുകി. അമ്മ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു. അവൻ്റെ ശബ്ദം വിറച്ചു. പക്ഷെ അവർ വന്നില്ല. ആ മുറി വിറയ്ക്കാൻ തുടങ്ങി. കളിപ്പാട്ടങ്ങൾ സ്വയം നിലത്തുരുണ്ടു. തണുപ്പ് കൂടിക്കൊണ്ടിരുന്നു. ആരവിന് സ്വന്തം ശ്വാസം പോലും പുക പോലെ കാണാനായി. കുട്ടി പതുക്കെ കട്ടിലിൻ്റെ അടിയിലേക്ക് വിരൽ ചൂണ്ടി. എന്നെ കണ്ടെത്തൂ. ഭയത്തോടെ ആരവ് കട്ടിലിന് അടിയിൽ നോക്കി. അവിടെ ഒരു ചെറിയ മരപ്പെട്ടി ഉണ്ടായിരുന്നു. അത് തുറന്നപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അസ്ഥികൂടം, പഴകിയ ഒരു പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ. അതിൻ്റെ സമീപത്ത് ഒരു പഴയ പത്രകഷ്ണം.
അതിൻ്റെ സമീപത്ത് ഒരു പഴയ പത്രകഷ്ണം. പ്രളയത്തിൽ അനാഥാലയത്തിൽ നിന്നും കുട്ടി കാണാതായി. 12 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ ഒരു കുട്ടിയെ കാണാതായാണ് വാർത്തയിൽ എഴുതിയിരുന്നത്. അനാഥാലയം പറഞ്ഞത് വെള്ളം അവനെ ഒഴുക്കിക്കൊണ്ട് പോയി എന്നാണ്. പക്ഷെ സത്യം വേറെയായിരുന്നു. അവൻ ഈ മുറിക്കുള്ളിൽ കുടുങ്ങി. ആരും അവൻ്റെ കരച്ചിൽ കേട്ടില്ല, ആരും അവനെ രക്ഷിച്ചില്ല. അവൻ അമ്മയെ കാത്ത് ഒറ്റയ്ക്ക് മരിച്ചു. ആരവൻ്റെ പിന്നിൽ നിന്നും ഒരു ശബ്ദം, അമ്മ എന്നെ വെറുത്തിരുന്നു. ആരോ പതുക്കെ തിരിഞ്ഞു. ആ കുട്ടിയുടെ മുഖത്തു നിന്നും ഭീകരത മാഞ്ഞിരുന്നു. അവൻ അവിടെ ഉണ്ടായിരുന്നത് മാത്രം തകർന്നു പോയ ഒരു കുഞ്ഞിൻ്റെ വേദന. ആരവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ആ വേദന അവനും അറിയാമായിരുന്നു. തിരിച്ചു വരാത്ത ഒരാളെ കാത്തിരിക്കുന്ന വേദന. ഇല്ല, ആരോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മ നിന്നെ വെറുത്തിട്ടില്ല. കുട്ടി നിശബ്ദമായി നോക്കി. ആരോ ഭയന്നിട്ടും അവനെ ചേർത്ത് പിടിച്ചു. മഞ്ഞുപോലെ തണുത്ത ശരീരം മഴയെ ചേർത്ത് പിടിക്കുന്നത് പോലെ. നിന്നെ മറന്നുപോയതാണ്. ആരവിൻ്റെ ശബ്ദം വിറച്ചു. അതാണ് ഏറ്റവും വലിയ വേദന. ആ നിമിഷം അന്ത്യമായി. ആ കുട്ടി കരയുന്നത് നിർത്തി. മുറി ശാന്തമായി. വിറയൽ അവസാനിച്ചു. അവൻ ചെറിയൊരു പുഞ്ചിരി ചിരിച്ചു. വളരെ ഏകാന്തമായ വേദന നിറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരി. നന്ദി, അവൻ പതുക്കെ പറഞ്ഞു. പിന്നീട് അവൻ്റെ ശരീരം പതുക്കെ വെളിച്ചമായി മാറി. അവൻ അപ്രത്യക്ഷനായി. അടുത്ത ദിവസം രാവിലെ റൂം നമ്പർ 309 ഉറങ്ങിക്കിടന്ന ആരവനെ കെയർ ടേക്കർമാർ കണ്ടെത്തി. കട്ടിന് അടിയിലെ അസ്ഥികൂടം പിന്നീട് ആദരവോടെ സംസ്കരിച്ചു. അനാഥാലയത്തിൽ ആ കുട്ടിക്കായി പ്രാർത്ഥന നടത്തി. അതിനുശേഷം ആ വീട്ടിൽ ഒരിക്കലും വീണ്ടും കരച്ചിൽ കേട്ടില്ല. ഇടനാഴികളിൽ കാൽച്ചുവടുകളില്ല, ഇരുട്ടിലെ ചിരികളില്ല, ചൂളങ്ങളില്ല. പക്ഷെ ഇന്നും കനത്ത മഴ പെയ്യുന്ന രാത്രികളിൽ ആരോ ചിലപ്പോൾ ആ കുട്ടിയെ സ്വപ്നത്തിൽ കാണും. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല. സൂര്യപ്രകാശത്തിൽ അമ്മയുടെ കൈ പിടിച്ചു നിൽക്കുന്ന, ചിരിക്കുന്ന ഒരു കുഞ്ഞ് ചിരിക്കേണ്ടത് പോലെയുള്ള രൂപം. നന്ദി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കഥകളെല്ലാം എൻ്റെ സങ്കല്പത്തിൽ വിരിഞ്ഞതാണ്. ഇഷ്ടപ്പെട്ടാൽ പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.